ഹലോ അസ്സാം വലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറ്റാർ വാഴ പെട്ടെന്ന് പിടിച്ച് കിട്ടാനും അതുപോലെ തന്നെ തഴച്ച് വളരാനും ഒരുപാട് തൈകൾ തിങ്ങി നിറഞ്ഞു വരാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടിപ്സ് വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ കറ്റാർ വാഴ മുമ്പ് ഒരു 8 മാസം മുന്നേ നട്ട് വെച്ച ഒരു കറ്റാർ വാഴ ചെടിയുണ്ട്. അപ്പോൾ ഇതുപോലെ തൈകൾ തിങ്ങി നിറഞ്ഞു വരാനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലൊക്കെയാണ് ഈ ഒരു കറ്റാർ വാഴ ചെടി നട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ കറ്റാർ വാഴ പറിച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തുള്ള ഈ ലീഫുകളൊക്കെ അങ്ങോട്ട് പറിച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ വേരുകളൊക്കെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേരുകളൊക്കെ പറിച്ചതായി ഞാൻ നടാനായിട്ട് ഇതുപോലുള്ള ഒരു പൊട്ടിയ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ ഹോൾസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിന് വെയിറ്റ് കുറയാൻ അതുപോലെ തന്നെ നല്ല രീതിയിൽ വേരോട്ടം കിട്ടാനൊക്കെ ആയിട്ട് ഇതുപോലെ ചിരട്ടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിരട്ട എത്രത്തോളം ഉണ്ട് നമുക്ക് അതിനനുസരിച്ച് ഏകദേശം 1/4 ഭാഗം വരെ നമുക്ക് ചിരട്ട വെച്ച് കൊടുത്ത് നമുക്ക് കറ്റാർ വാഴ നടാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചകിരി ഉണ്ടെങ്കിൽ ചകിരി എടുക്കുക, അതല്ല തെർമോക്കോൾ ആണെങ്കിൽ തെർമോക്കോൾ എടുക്കുക, കരിയിലാണെങ്കിൽ കരിയില, അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഗ്രോ ബാഗിൽ മുകളിലായിട്ട് മാത്രം വളരാനുള്ള ഏതൊരു ചെടിക്കും ഇങ്ങനെ വെയിറ്റ് കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ബാഗ് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ നമ്മുടെ മുട്ടയുടെ തോട് ഒരുപാട് ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു മുട്ടത്തോടാണ് ഞാനിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ആയിട്ടുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ മണ്ണും മണലും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് കിച്ചൺ കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് കേട്ടോ. അതിലേക്കാണ് ഞാൻ നമ്മുടെ ഈ ഒരു മുട്ടത്തോട് ഒരു 10-15 മുട്ടയുടെ തോട് എത്രയും അധികം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ തോട് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ പൊടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ട് അങ്ങനെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. മുട്ടത്തോട് മിക്സ് ചെയ്യുന്നതിലൂടെ മണ്ണിന് നല്ല വായു സഞ്ചാരം കിട്ടാനും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെയും അതുപോലെ തന്നെ നൈട്രജൻ്റെ ഒക്കെ കുറവ് പരിഹരിക്കാനായിട്ടൊക്കെ ഈ ഒരു മുട്ടത്തോട് നമുക്ക് മണ്ണിൽ ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ആ മണ്ണ് മുട്ടത്തോടെ ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് അത് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പോട്ടിലേക്ക് നമുക്കതിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഏകദേശം ഒരു 1/4 ഭാഗം ഈ ഒരു ചിരട്ടി ചകിരിയും കവർ ചെയ്തിട്ടുള്ള ഈ ഒരു പോട്ടിലേക്കാണ് ഞാൻ ഈ ഒരു മുട്ടത്തോടും മണ്ണും മണലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചാണകപ്പൊടിയോ മറ്റെന്തെങ്കിലും കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കിച്ചൺ വേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചെടി ഇനി ഇതിലേക്ക് ഇതുപോലെ മെല്ലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ ഈ 2 മൂട് കറ്റാർ വാഴ ഇതുപോലെ അങ്ങോട്ട് ഒന്ന് മെല്ലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഇനി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും മാത്രം ചെയ്താൽ മതി. അതുപോലെ എന്നൊന്നും വെള്ളം നമ്മുടെ കറ്റാർ വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കണം എന്നില്ല കേട്ടോ. നമ്മളൊരാഴ്ചയൊക്കെ നമ്മുടെ കറ്റാർ വാഴ വെള്ളം ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഏത് വേനലിലും നമുക്കിതിനെ വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. അപ്പോൾ അതെല്ലാവരും തന്നെ നല്ല രീതിയിൽ നട്ട് പിടിപ്പിക്കുക. അപ്പം വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.